celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. കോട്ടയം കല്ലിശ്ശേരി ഇടവക വികാരി റവറൻ ഫാദർ റെന്നി കട്ടേൽ അർപ്പിച്ച ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാൾ കർമ്മങ്ങൾ ആരംഭിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട നൊവേനയ്ക്കും ലിതിഞ്ഞിനും പ്രദക്ഷിണത്തിനും ശേഷം ഇടവക വികാരി റവറൻ ഫാദർ സിജു മുടക്കോടിൽ തിരുനാൾ പതാക ഉയർത്തിക്കൊണ്ട് തിരുനാളിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. കൊടിയേറ്റിന് ശേഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന സെന്റ് ജൂഡ് കൂടാര യോഗത്തിലെ വനിതകൾ അവതരിപ്പിച്ച ക്രിസ്ത്യൻ തിരുവാതിര ഏറെ ശ്രദ്ധ നേടി. സ്നേഹവിരുന്നോടെയാണ് തിരുനാളിന്റെ ഒന്നാം ദിനത്തെ ആഘോഷങ്ങൾ സമാപിച്ചത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാളിന്റെ പ്രധാന ദിവസമായ ഓഗസ്റ്റ് 18 നടത്തപ്പെടുന്ന റാസ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കോട്ടയം അതിരൂപത അംഗവും അൾജീരിയയുടെയും ട്യൂണീഷ്യയുടെയും വത്തിക്കൻ സ്ഥാനാപതിയായി സേവനം അനുഷ്ഠിക്കുന്ന ആർച്ച് ബിഷപ്പ് കുര്യൻ വയലുങ്കൽ പിതാവാണ്. ആർച്ച് ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഷിക്കാഗോയിലേക്ക് എത്തുന്ന വയലുങ്കൽ പിതാവ് ശനിയാഴ്ചത്തെ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. ജ്ഞാനായ റീജിയൻ ഡയറക്ടർ റവറൻ മോൻ തോമസ് മുളവനാൽ, റവറൻ റെനി കാട്ടേൽ, റവറൻ ഫാദർ ജിതിൻ വല്ലാർക്കാട്ടിൽ, റവറൻ ഫാദർ ജെറി മാത്യു, റവറൻ ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ, റവറൻ ഫാദർ ബിബി തറയിൽ, റവറൻ ഫാദർ മോൻ തോമസ് കടുകപ്പള്ളിൽ, റവറൻ ഫാദർ ബിൻസ് ചേത്തലിൽ, റവറൻ ഫാദർ ബോബൻ വട്ടംപുറത്ത്, റവറൻ ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ വിവിധ ദിവസങ്ങളിലെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും. ജോജോ ഇടക്കരയുടെ നേതൃത്വത്തിലുള്ള തിരുനാൾ കമ്മിറ്റിയാണ് സിസ്റ്റർ സിൽവേരിയസ് കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പൂഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ടിൽ, അക്കൗണ്ടന്റ് ജെയിംസ് മന്നകുളത്തിൽ, സെക്രട്ടറി സണ്ണി മേലേടം, PRO അനിൽ മറ്റത്തിക്കുന്നേൽ എന്നിവരാണ് തിരുനാളിന് നേതൃത്വം നൽകുന്നത്. ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചത്തെ കൂടാര കലാസന്ധ്യയ്ക്ക് സിബി കൈതക്കത്തൊട്ടിയിലും ഓഗസ്റ്റ് 17 ശനിയാഴ്ചത്തെ കലാസന്ധ്യയ്ക്ക് പ്രതിഭ തച്ചേട്ട്, മന്നു തിരുനെല്ലിപ്പറമ്പിൽ എന്നിവരും നേതൃത്വം നൽകും. മറ്റൊരു തിരുനാൾ കൂടി ആഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ നാളിതുവരെയും ദീർഘവീക്ഷണത്തോടെ ഇടവകയെ നയിച്ച മുൻ വികാരിമാരായിരുന്ന റവറൻ ഫാദർ എബ്രഹാം മൂത്തോലത്ത്, റവറൻ ഫാദർ തോമസ് മുളവനാൽ, അസിസ്റ്റന്റ് വികാരിമാർ, കൈക്കാരന്മാർ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നതിനോടൊപ്പം വിശ്വാസ തീക്ഷ്ണതയിലും സമുദായ സ്നേഹത്തിലും വളരുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ശക്തമായ പിന്തുണയും പ്രചോദനവും നൽകിക്കൊണ്ടിരിക്കുന്ന കോട്ടയം അതിരൂപതയുടെയും ഷിക്കാഗോ സീറോ മലബാർ അതിരൂപതയുടെയും അഭിവദ്യ പിതാക്കന്മാരെയും നന്ദിയോടെ ഓർക്കുന്നതായി ഇടവക വികാരി റവറൻ ഫാദർ സിജു മുടക്കോടിൽ അറിയിച്ചു. പരിശുദ്ധ പിതാവിന്റെ ന്യൂൻഷോയായി മെത്രാപ്പൊലിത്ത സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അഭിവദ്യ കുര്യൻ വയലുങ്കൽ പിതാവ് ആദ്യമായി ഷിക്കാഗോയിലേക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാളിൽ മുഖ്യ കാർമ്മികനായി എത്തുന്നുവെന്നത് ഇടവക ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദർശന തിരുനാളായി തുടർച്ചയായ 14ാം വർഷവും ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ പ്രസിദ്ധേന്തിമാരായ സെന്റ് ജൂഡ് കൂടാരയോഗ അംഗങ്ങളുടെയും കൈക്കാരന്മാരോടും കൂടാരയോഗ അംഗങ്ങളോടും കൈക്കാരന്മാരോടും പാരിഷ് കൗൺസിൽ അംഗങ്ങളോടും കൂടാര യോഗങ്ങളോടും വിവിധ തിരുനാൾ കമ്മിറ്റികളോടും കൂടി ഏവരെയും ക്ഷണിക്കുന്നതായി വികാരി റവറൻ ഫാദർ സിജു മുടക്കോടിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.